ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ വ്യവസായി ഡി മണിയെ ഇന്നും ചോദ്യം ചെയ്തേക്കും. ചെന്നൈയിലെത്തിയ SIT ടീമാണ് ഡി മണിയെ ചോദ്യം ചെയ്യുക. പഞ്ചലോഹ വിഗ്രഹം കടത്തിയ സംഭവത്തിലും സ്വർണ്ണക്കടത്തിലെയും ഡി മണിയുടെ പങ്കാണ് അന്വേഷിക്കുന്നത്. അതേസമയം ഇന്നലെ ഗോവർദ്ധന്റെ റുദ്ധം ജ്വല്ലറിയിൽ SIT നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസിനെയും N വിജയകുമാറിനെയും SIT നാളെ ചോദ്യം ചെയ്തേക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഡി മണി എന്ന വ്യവസായിയെ ചോദ്യം ചെയ്യേണ്ടതിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ പഞ്ചലോഹ വിഗ്രഹം, അതോടൊപ്പം ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലൊക്കെ ഡി മണിയുടെ പങ്ക് എത്രത്തോളമുണ്ട്, ഡി മണിയിലേക്ക് വന്ന കണ്ണികൾ ആരൊക്കെയാണ് എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലൂടെ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം തന്നെ മറ്റു രണ്ട് നിർണായക ഘടകങ്ങളാണ് ശങ്കർദാസും വിജയകുമാറും. അവരെയും SIT ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? രോഹിണി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഈ ചെന്നൈയിലുണ്ട്. ഇപ്പോൾ ആ ചെന്നൈയിൽ വിവാദ വ്യവസായി ഈ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കടത്തിയ വ്യവസായി ഡി മണിയെ ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡി മണിയിൽ നിന്ന് വിവരശേഖരണം പോലീസ് നടത്തുകയും ചെയ്തു. ഇന്നും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്യും. ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. അയാളുടെ മറ്റ് എന്തോ പേരാണ് എന്നാണ് പറയുന്നത്. ഡി മണി എന്ന് പറയുന്നത് ഡയമണ്ട് മണി എന്ന ചുരുക്കപ്പേരിലാണ് ഇയാളെ അറിയപ്പെടുന്നത്. ഇയാൾക്കെതിരെ നേരത്തെയും പല കേസുകളുണ്ടെന്ന് ഉള്ള വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. മനുഷ്യക്കടത്തടക്കമുള്ള കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. അതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ പല തരത്തിലുള്ള കേസുകൾ നിലനിൽക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഡി മണിയെ ഇന്നും ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങൾ ഡി മണിയിൽ നിന്നും ശേഖരിക്കേണ്ടിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഡി മണിയെ ചോദ്യം ചെയ്തത്. അതായത് മറ്റൊരു വ്യവസായി ഡി മണിയുടെ പേര് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ളകൾ നടക്കുന്ന, അതോടൊപ്പം തന്നെ മറ്റ് ഈ പുരാവസ്തു ശേഖരങ്ങളടക്കം കടത്തുന്ന ഒരു സംഘം ഉണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഡി മണി ഈ കേസുമായി വരുന്നത്. എന്തായാലും ഇനി കൂടുതൽ കാര്യങ്ങൾ ഇനി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഡി മണിക്ക് ഈ കേസുമായിട്ടുള്ള ബന്ധം? ദിണ്ടുക്കൽ സ്വദേശിയാണ് ഡി മണി എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ പങ്കുകളാണ് ഡി മണിക്ക് കേസുമായി ബന്ധപ്പെട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷനുമായി എല്ലാം എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഡി മണിയെ ഇന്നും വിശദമായി ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിയിലേക്കൊക്കെ അന്വേഷണ സംഘം കടന്നേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ അതിലേക്ക് പ്രതികളുടെ എണ്ണത്തിലായാലും ശരി, അതിൻ്റെ കേസിൻ്റെ വ്യാപ്തി തന്നെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റോട് കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ അറസ്റ്റ് നടപടികൾ നടക്കുന്നത്. അതിനുശേഷം CPM-ന്റെ തന്നെ പല ഉന്നതരും അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിലേക്കാണ് ഒടുവിൽ ഈ ഡി മണി കൂടി എത്തുന്നത്. ഡി മണിക്ക് വ്യക്തമായ പങ്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ശബരിമലയിൽ തന്നെ ഈ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. വിജയകുമാറിനെയും അതോടൊപ്പം തന്നെ ശങ്കർദാസിനെയും അടക്കം ചോദ്യം ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അവരുടെ നേരത്തെ കസ്റ്റഡിയിലെടുക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതുവരെ അങ്ങനെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു നടപടിയിലേക്കൊന്നും അന്വേഷണ സംഘം കടന്നിട്ടില്ല. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിലെല്ലാം ഈ അന്വേഷണം മന്ദീഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും ശങ്കർദാസിനെയോ വിജയകുമാറിനെയോ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. എന്തായാലും തുടർന്ന് അവരെ കൂടി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കേസിൻ്റെ മറ്റു വിവരങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ശങ്കർദാസും ഉണ്ടായിരുന്നു. ശങ്കർദാസിൻ്റെ എല്ലാം അറിവോടുകൂടി തന്നെ, അതായത് ശങ്കർദാസും ഈ വിജയകുമാറും ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങളുടെ അറിവോടുകൂടി തന്നെയാണ് സ്വർണ്ണക്കടത്ത് നടന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള അന്വേഷണവും വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് ഡി മണിയെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള പുരോഗമിക്കുമ്പോൾ ഡി മണിയിൽ നിന്ന് ഇതൊക്കെ വിവരം ലഭിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളിരിക്കുന്നു. മറ്റ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടായാലും ശങ്കർദാസിൻ്റെ ആയാലും ശരി, വിജയകുമാറിൻ്റെ ആയാലും ചോദ്യം ചെയ്യാൻ ഇതെല്ലാം വളരെ നിർണായകമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട്. രോഹിണി.
അതെ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇനി വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലേറെ നിർണായകമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.